തല്ലി ചെവിട് പഴിപ്പിച്ചാൽ എന്താ, ഇവനെ കൊണ്ട് ഇമാതിരി ഒരു ഐറ്റം ഉണ്ടാക്കിപ്പിച്ചല്ലോ. മോനെ ചെമ്പല്ലി. വടകര കൊമ്പം ഗഫൂർ കോട്ടയത്ത് വേമ്പനാട്ട് കായലിൽ നിന്ന് മല്ലടിച്ച് കരക്ക് കയറ്റിയവനാണ് ഇവൻ. ഇവനെ കരക്ക് കയറ്റിയ കറക്റ്റ് സമയം രായിക തന്റെ സ്ഥിരം ഗിഫ്റ്റുമായി എത്തി. കെട്ടുപൊട്ടിച്ചപ്പോൾ ഇത്തവണ ഇച്ചിരി കനത്തിലാണല്ലോ എന്ന് ഭാര്യ പുറകിൽ നിന്ന് പിറുപിറുക്കുന്നത് കേട്ടു. പിന്നെ അവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാരി കെട്ടി 1600 മീറ്റർ ഉയരമുള്ള നമ്മുടെ സ്വന്തം മൂന്നാർ എറ്റർനോയിലേക്ക് അതീവ ശ്രദ്ധയോടുകൂടി തോട്ടം വിളകളിൽ നിന്ന് ചിലത് ഞങ്ങൾക്ക് മോഷ്ടിക്കേണ്ടി വന്നു. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞ് ഷെഫിന്റെ സഹായത്തോടു കൂടി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് സജ്ജമാക്കി. പച്ചമാങ്ങയുടെയും അരച്ച തേങ്ങയുടെയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് ഈ കറിയുടെ മുഖമുദ്ര. ചവർപ്പുള്ള തൊലി നീക്കം ചെയ്യുന്നതാണ് ബുദ്ധി. മീൻ മുറിച്ചോ മുറിക്കാതെയോ പാകം ചെയ്യാം, പക്ഷെ മാരിനേഷനായി വരയിടാൻ മറക്കരുത്. വൈറ്റ് പെപ്പർ, ചില്ലി, ടർമറിക്, ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീരും, അത്ര മതി മാരിനേഷന്. നന്നായി മാരിനേറ്റ് ചെയ്ത് കുറച്ചു സമയം റെസ്റ്റിന് വിടുക. പിന്നെ പാത്രം പിടിക്കാൻ അറിയില്ലെങ്കിലും അഭ്യാസം പോലെ എന്തൊക്കെയോ അവൻ കാണിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ബട്ടറും സമാസമം, അതിലേക്ക് കറിവേപ്പിലയും. അതീവ ശ്രദ്ധയോടെ ചെമ്പല്ലി പാനിലേക്കും. നല്ല തേങ്ങ വെണ്ണ പോലെ അരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഓപ്റ്റ് ചെയ്യാം. തേങ്ങയുമായി ബന്ധമുള്ള ഒട്ടുമിക്ക ഉപയോഗത്തിനും ബെസ്റ്റ് എന്ന ഈ പ്രൊഡക്റ്റ് ബെസ്റ്റ് തന്നെ. കൺസിസ്റ്റൻസി ഉറപ്പുവരുത്തിയ ശേഷം പൊരിച്ച മീൻ കോരി മാറ്റുക. ഈ സമയം ടേസ്റ്റ് നോക്കാൻ വരുന്നവരോട് ദയ വേണ്ടാട്ടോ. പച്ചമുളക്, ഉള്ളി, വേപ്പില അതേ പാത്രത്തിലേക്ക്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. മിശ്രിതം മൂത്തെന്ന് ഉറപ്പായാൽ പിന്നെ കുറുകുറ തേങ്ങാപ്പാൽ അതിലേക്ക്. മനസ്സ് കല്ലാക്കി വേണം ഈ കാഴ്ച കണ്ടു നിൽക്കാൻ. ഇനി അങ്ങോട്ട് ചെയ്യുന്നതിൽ പലതും ഒരു ശരാശരി മലയാളിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. ചുണ്ടത്ത് ബാൻഡേജ് ഒട്ടിക്കാതെ കണ്ടു നിൽക്കാനാവില്ല. ഇത് കണ്ട് നിയന്ത്രണം വിട്ടവൻ ഒറ്റ ഓട്ടമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേ വരുന്നു ഒരു ബ്രെഡുമായി. നല്ല വെള്ളയപ്പത്തിന് പകരക്കാരനാവില്ല ഈ ബ്രെഡെങ്കിലും ഇന്ന് വേറെ വഴിയില്ല. ശകാരങ്ങളുടെ ശരവർഷങ്ങൾ ഏറ്റുവാങ്ങി ഇനി മേലാൽ ഞങ്ങളുടെ കൂടെ കുക്കിംഗ് വീഡിയോയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തം നമ്പു. ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് തിരശീലയുടെ മുമ്പിലേക്ക് വരാൻ സമയമായെന്ന് എനിക്കും തോന്നി. ഈ മലമുകളിൽ ഇങ്ങനെ ഒരു തണുപ്പത്ത് ഇതേ ഒരു വൈബിൽ ഇതേപോലൊരു ചെമ്പല്ലി. അധ്വാനം ചില്ലറയല്ല, പക്ഷെ ഇതുപോലെ ഒരു പിടി മതി ഇത് വീണ്ടും ആവർത്തിക്കാൻ. ഈ വീഡിയോയ്ക്ക് നന്ദി എത്ര പേരോട് പറയണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. നന്ദി പറയാനുണ്ട് മീൻ പിടിച്ച കൊമ്പം ഗഫൂറിനോട്, എറ്റർനോടെ മാനേജർ, ഷെഫ്, സർവീസ് ബോയ്, പിന്നെ പാചകം ചെയ്ത നമ്പു, ഉപ്പ് നോക്കിയ ഉണ്ണിയും, ബ്രെഡ് വാങ്ങിയ അൽത്താഫും, ഈ പ്രോപ്പർട്ടിയും, സർവോപരി ഇതേപോലെ ഒരു സാധനം തന്ന നമ്മുടെ രാരൂക്കായും, പിന്നെ അഭിപ്രായം പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പിന്നിൽ മാത്രം പ്രവർത്തിച്ച ഈ ഞാനും.